പ്രഗ്നൻസി സമയത്ത് BP കൂടുതലുള്ള പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പലപ്പോഴും പ്രഗ്നൻസിയിൽ BP കണ്ടുപിടിക്കുന്നത് 7-ാം മാസമോ 8-ാം മാസമോ ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ BP ആദ്യമായിട്ട് കണ്ടുപിടിച്ചാൽ നമ്മൾ ആദ്യം ചെറിയ ഡോസ് ആൻറ്റി ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ പ്രഷറിൻ്റെ മരുന്നുകൾ നമ്മൾ കൊടുത്ത് കൺട്രോൾ ആക്കാൻ നോക്കും. പക്ഷേ ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ പ്രത്യേകിച്ച് BP അൺകൺട്രോൾ ആയിട്ട് നിൽക്കുന്ന പേഷ്യൻസിനോട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് ഡേഞ്ചർ സിഗ്നൽസ് ശ്രദ്ധിക്കണം എന്ന്. അതായത് പെട്ടെന്ന് തലവേദന വരിക, അല്ലെന്നുണ്ടെങ്കിൽ ഛർദ്ദിക്കാനായിട്ട് വരിക, അല്ലെങ്കിൽ കാലിന് പെട്ടെന്ന് നീര് കൂടുക, അങ്ങനത്തെയൊക്കെ കണ്ടീഷൻ വരികയാണെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പറയും. ഇങ്ങനെ വരുമ്പോൾ ഉടൻ തന്നെ അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും നോക്കും. ഇതിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കും. BP വളരെ കൂടുതലാണെങ്കിൽ ചില ഗർഭിണികൾക്ക് എക്ലാംസി എന്ന ഒരു സീരിയസ് കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എക്ലാംസി എന്ന് ഉദ്ദേശിക്കുന്ന ഇങ്ങനെയുള്ള പേഷ്യൻസിന് അപസ്മാരത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ തന്നെ 38 ആഴ്ച ആകുമ്പോൾ തന്നെ പ്രസവിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ട്. പിന്നെ ഈ ഡേഞ്ചർ സിഗ്നൽസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഡേഞ്ചർ സിഗ്നൽസ് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ആവശ്യകതയും ഉണ്ട്.